ജഡ്ഡി ഉണ്ടായിരുന്നെങ്കിൽ ആ തള്ളച്ച് ഇത്രയും പേടിക്കില്ലായിരുന്നു. എവിടെ പോയാ? കുപ്രസിദ്ധമായ ജഡ്ഡി കേസിൽ മുൻ മന്ത്രിയും നിലവിൽ MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരൻ. നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിധി പറഞ്ഞു. എന്റെ രായു അണ്ണ അങ്ങനെ ജട്ടിയുടെ കാര്യത്തിലും തീരുമാനമായി. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. അദ്ദേഹത്തിന് ഇതിന് പരമയോഗ്യനായത് തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. നല്ല ചുറുചുറുക്കുള്ള ആളാണ്. കാര്യങ്ങൾ നല്ല ഭംഗിയായി നിർവഹിക്കാൻ പറ്റും. അങ്ങനെ VS-ന് അയോഗ്യനായി തോന്നിയയാൾ പിണറായിക്ക് പരമയോഗ്യനാകുന്നു. സ്വാഭാവികം. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. ചന്ദ്ര, നിനക്ക് പറയാനുള്ളത് പറ. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. കണ്ടവന്റെ ജട്ടി മോട്ടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ അണ്ണാ? എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ജഡ്ഡിക്കേസ് എന്ന രാഘവത്തിൽ പറയുന്നതാണെങ്കിൽ കൂടിയും ഈ കേസിൽ എല്ലാവർക്കും അറിയാം. പിന്നെ അത് അങ്ങാടിപ്പാട്ടല്ലേ. ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാളാണ് അദ്ദേഹം. ഇത് വിശ്വാസവഞ്ചനയാണ്, ചതിപ്രയോഗമാണ്. പ്രതി നിയമത്തിന്റെ പരിധികൾ അതിസമർത്ഥമായ രീതിയിൽ ചൂഷണം ചെയ്തിരിക്കുകയാണ്. മലയാള സിനിമയിലെ ഒരു സീനിന് പോലും പ്രചോദനമായിട്ടുള്ളതാണ് ഈ കേസ്. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഒടിപ്പിക്കാവോ? ഇതല്ല, ആ ഡ്രോയർ ഇതല്ല. തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഡ്രോയർ ഇതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഈ കേസ് അറിയാത്തവരായി ആ 90-കൾക്ക് ശേഷമുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? VS അച്യുതാനന്ദനാണ് 2006-ൽ ആന്റണി രാജുവിന് മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചത്. അദ്ദേഹം മത്സരിക്കുക, ആന്റണി രാജു ഇവരൊക്കെ പല കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തെ അന്ന് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ LDF അതൊന്നും അംഗീകരിക്കുന്നില്ല. അവരൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാകില്ല, ആയിരിക്കില്ല. ഇതേ VS-ന്റെ സജീവ രാഷ്ട്രീയകാലം അവസാനിച്ചപ്പോൾ ആന്റണി രാജു വീണ്ടും വന്നുവെന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ആരുമില്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടും മന്ത്രിയായി, ഗതാഗത മന്ത്രിയായി നമ്മെ ഭരിച്ചു. പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്നോർമ്മ വേണം. ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഈ വേട്ടയാടും തോറും എന്റെ കരുത്ത് കൂടുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. KSUവിന്റെ വലിയ പ്രതിഷേധം ഉണ്ടായി. തൊണ്ടി മുതൽ കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ബാനറൊക്കെ പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? യാതൊരു തെളിവും, എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എന്റെ ആത്മവിശ്വാസം. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. ഇവിടെ ആന്റണി രാജു കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ഈ തൊണ്ടി രജിസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പേരെഴുതി ഒപ്പിട്ടു എന്നുള്ളതാണ്. അദ്ദേഹം ഇത് എഴുതി വാങ്ങുന്ന സമയത്ത് അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കടും നീല നിറത്തിലുള്ളതും ബനിയൻ തുണിയിൽ തുന്നിയതുമായ മുഷിഞ്ഞ ജട്ടി 1. ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്തിരി പഴയതാണെന്നേ ഉള്ളൂ, സെയിം കളറാ, ആരും അറിയില്ല. അപ്പൊ അതെന്തായാലും ഈ കേസിലെ തൊണ്ടിയാണ്, അതല്ലാതെ അവിടെ ജട്ടിക്കച്ചവടം ഒന്നും അല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ തൊണ്ടി ആരാണ് കൈപ്പറ്റിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു രേഖ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് ഇതിലെ കയ്യൊപ്പ് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് ആന്റണി രാജുവിന്റെ ഒപ്പ് തന്നെയാണ് എന്ന് സ്ഥിരീകരണവും വന്നു. അതോടെ ഈ കേസിൽ ആന്റണി രാജു പെട്ടു. ഈ തൊണ്ടി മതി, ഏത് കള്ളനും തണ്ടാൻ. അല്ല, അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അവിടെയല്ലേ ഈ വേട്ടയാടലിന് ശേഷമാണല്ലോ ഞാൻ മന്ത്രി വരെ ആയത്. അദ്ദേഹം അവിടെ നിന്ന് വാദോരാതെ പറയുന്നത് കേട്ടെന്ന്, ഇതെല്ലാം ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടാണ് മത്സരിച്ചതെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ അടിവസ്ത്രം വെട്ടി ചെറുതാക്കി കുട്ടികൾക്ക് മാത്രം ഇടാവുന്നതാക്കി കൊടുത്തു എന്നൊക്കെയുള്ള കാര്യം ഞാൻ ജനങ്ങളെ അറിയിച്ചു മത്സരിച്ചു എന്നാണോ പുള്ളി പറയുന്നത്? രാജ്യചരിത്രത്തിൽ കേട്ടുകളിയുണ്ടോ? ഒരു അടിവസ്ത്രം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അതിൽ ഉടായ്പ കാണിച്ച് തിരിച്ചു വെച്ച് ഒരു മാരകമായ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയ ഒരാൾ നമ്മുടെ മന്ത്രിയായിരിക്കുന്നു എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ എവിടെയും കേട്ടുണ്ടോ അറിയില്ല. നാണക്കേടല്ലേ നമുക്കൊക്കെ? ഇതിനകത്തെന്താ LDF നാണക്കേട്? ഇദ്ദേഹം ഒരു കാലയളവിൽ 4 വർഷക്കാലത്തോടെ UDF-നോടൊപ്പം ഉണ്ടായിരുന്ന വിജയ് സാർ മന്ത്രിയായിരുന്നു. പറഞ്ഞത് MLA അല്ലെന്ന് മാത്രമേ. LDF-ന് തലയൂരാം ഇല്ല ഇത് പറഞ്ഞുകൊണ്ട്, അല്ലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ഇതിനെ കാണാം. അത് ഏത് കേസിലാണ് LDF സമ്മതിച്ചിട്ടുള്ളത്? ഇത് ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരാളിന്റെ ഒരു പ്രശ്നമാണ്, ഏത് കേസിലാണ് പറയുന്നത്? തനിക്ക് എന്തിനൊരു ന്യായം ഉണ്ടല്ലോ. ഇപ്പോ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ശബരിമല കേസ് നടക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ MV ഗോവിന്ദനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? പത്മകുമാർ MLA അല്ലല്ലോ എന്ന് പറഞ്ഞു. മുകേഷുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സമാധാനമായിട്ട് മറ്റൊരു കേസ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് എന്താണ്? അന്നേരം ആ MLA അല്ലല്ലോ എന്നുള്ളതല്ല, പാർട്ടിയുടെ വേറെ അംഗമല്ലല്ലോ,
പാർട്ടിയുടെ നേരിട്ടുള്ള ആളല്ലല്ലോ, ഏതെങ്കിലും കമ്മിറ്റിയിലുള്ള അംഗമല്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പൊ ന്യായം കണ്ടുപിടിക്കുന്നതിന് ഇവർക്ക് പലതും കണ്ടുപിടിക്കും. അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. യഥാസമയം ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ആന്റണി രാജു ഒരിക്കലും MLA ആകുമായിരുന്നില്ല. യഥാസമയം കോടതി ഇത് പരിഗണിച്ചിരുന്നെങ്കിൽ ആന്റണി രാജു എന്ന മന്ത്രിയെ പേറേണ്ട ഗതികേട് കേരളത്തിലുണ്ടാകുമായിരുന്നില്ല. അയാൾക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ട് അയാൾ അവിടെ ഇരിക്കും. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെ കൂടെ ഒരു അട്ട എഴുതുന്ന പോലെ അവർക്ക് തോന്നുന്നില്ലേ? ഇതുപോലെ മ്ലേച്ഛമായിട്ടുള്ള ഒരു കൃത്രിമം കാണിച്ച ഒരു മനുഷ്യൻ അവരെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ. ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ സ്വർണം കൊള്ള ചെയ്ത ആളുകൾ മുഴുവൻ CPM നേതാക്കന്മാര് അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്, അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്, അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. അതൊന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ സംഭവത്തോട്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഇതിപ്പോ നാറ്റ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രസ്ഥാനത്തിന്. നിങ്ങളെല്ലാം കൂടെ അങ്ങേരെ ഒരു വഴിക്കാക്കുവോ? ഞാൻ പറയുന്നത് നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ജട്ടി അടിച്ചു മാറ്റി അളവ് തയ്പ്പിച്ച് കുറച്ചതിന് ശേഷം തിരികെ കൊണ്ട് കോടതിയിൽ കൊടുത്തതിന്റെ പേരിൽ ഇന്നേ വരെ 3 വർഷം ജയിലിൽ കടന്നിരിക്കുന്ന മറ്റ് നിരപരാധികളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇദ്ദേഹത്തിന് 2 വർഷത്തിലധികം തടവ് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ലണ്ടാവും. പിന്നെ ഹൈക്കോടതിയിലും ഒക്കെ അപ്പീലുമായിട്ട് അദ്ദേഹത്തിന് നടക്കാം. മജിസ്ട്രേറ്റ് കോടതിയിൽ വിധിയുണ്ടായിട്ട് പുറത്ത് ജില്ലാ കോടതിയിലായിരിക്കും അപ്പീൽ, പിന്നെ അതിന്റെ പുറത്ത് ഹൈക്കോടതി. അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹത്തിന് ഇതുമായിട്ട് തള്ളിക്കൊണ്ട് പോകാം. പുള്ളിക്ക് ജയിലിൽ പോകേണ്ടതായിട്ടൊന്നും പറ്റില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇതൊക്കെ ഇത്ര വളടാ. ആന്റണി രാജു എന്ന പൊതുപ്രവർത്തന സംബന്ധിച്ചുള്ള ഈ ജെട്ടി കേസ് ഒരു കരുതൽ പോലെ പുള്ളിയെ പിന്തുടർന്നു ഒരുപാട് കാലം. കേസെടുത്തിട്ട് 28 വർഷം, കുറ്റപത്രം സമർപ്പിച്ചിട്ട് 16 വർഷം, കേസിൽ വിചാരണയ്ക്ക് ഹാജരാവാൻ പ്രതികളെ വിളിച്ചിട്ട് 8 വർഷം. അയ്യോ അത് തീർന്നില്ലേ? ഇതിനാസ്പദമായ സംഭവം ഏതാണ്ട് 10-36 കൊല്ലം മുമ്പ് നടന്നതാണ്. അന്ന് അദ്ദേഹം MLA ഒന്നും ആയിട്ടില്ല, എന്നാലും തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. തിരുവനന്തപുരത്തെ പ്രസിദ്ധയായ സെലിൻ വിൽഫ്രഡ് എന്ന ഒരു അഭിഭാഷകയുടെ ജൂനിയറായിരുന്നു. ഒരു വക്കീലിന് ആദ്യം വേണ്ടത് തൊലിക്കെട്ടിയല്ലേ. ഇത്തവണ അദ്ദേഹം ജയിച്ചു. അങ്ങനെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ കേസ് പൊങ്ങി വരുന്നത്. ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുന്ന ഈ മന്ത്രി പുങ്കവൻ അഴിയെണ്ണാനുള്ള കുറ്റം ചെയ്ത ആളാണ് ഈ മന്ത്രി. ചവിട്ടി കൂട്ടി ഞാൻ പന്നി. പറയേണ്ട ഒരു കാര്യം ധാർമ്മികതയെ പറ്റിയിട്ടാണ്. ഇതിനകത്തൊരു ധാർമ്മികതയുടെ പ്രശ്നമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. CPM പറയാറുണ്ട് ഇടതുപക്ഷ മൂല്യങ്ങൾ. അങ്ങനൊരു മൂല്യമുണ്ടോ? കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് ഇങ്ങനെയൊക്കെ വലിയ വാചാടോപമൊക്കെ കേൾക്കാം. ധാർമ്മിക മൂല്യം എന്നൊരു സംഗതി ഇടതുപക്ഷ മൂല്യം എന്ന് പറഞ്ഞതിന്റെ ഭാഗമല്ലേ? ധാർമ്മികതയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് ആ വിഷയത്തിൽ പാർട്ടി തന്നെ അന്വേഷണം നടത്തി ഇയാളെ കയറ്റി ഇരുത്തരുത് എന്ന് പറയുമല്ലോ. അതിനുള്ള വിവരമൊന്നുമില്ല. ഒരുപാട് കുഴപ്പം പിടിച്ചു നിൽക്കുന്നത് LDF-ലാണ്. അടിവസ്ത്രമില്ലാത്ത ധാർമ്മികതയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഇതാണ് ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 2021 ഒരു ന്യൂസ് അവർ ചർച്ചയിൽ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് നടന്ന ഒരു ചർച്ചയിൽ ലഹരി വ്യാപനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറാണ് അന്ന് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ ഈ കേസ് വീണ്ടും ഓർമ്മിപ്പിച്ചത്. തിരുവനന്തപുരത്തുണ്ടായ വലിയ പ്രമാദമായ ഒരു മയക്കുമരുന്ന് കേസ് തൊണ്ടിമാറ്റി എന്നുള്ളതാണ്. തൊണ്ടിമാറ്റിയ കേസ് അന്വേഷിച്ചപ്പോൾ കോടതിയിൽ ഒരു ജീവനക്കാരനെ സ്വാധീനിച്ച് തിരുവനന്തപുരത്ത് ഒരു അഭിഭാഷകനാണ് ഈ തട്ടിപ്പ് നടത്തിയെന്ന് മനസ്സിലായി. അഭിഭാഷകൻ വെറും അഭിഭാഷകനല്ല, ഒരു പൊതുപ്രവർത്തകനാണ്. 5 കൊല്ലം കേരളത്തിൽ MLA ആയിട്ട് ജനങ്ങളെ സേവിച്ച ആളാണ്. അതേ ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ഒരു മന്ത്രിയാണ്. മിസ്റ്റർ വീണു, നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? ഒരു മന്ത്രിയായിരിക്കുന്ന ആളുടെ ധാർമ്മിക നിലവാരമാണ് ഞാനീ പറഞ്ഞത്. ഇപ്പൊ ആളുടെ പേര് പറഞ്ഞിട്ടില്ല. നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ ദിവസം ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്ന ആളാണ്. ഞാനതിങ്ങനെ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. തുടർന്ന് പല ദിവസങ്ങളിലും ചർച്ച നടന്നു. ആന്റണി രാജു അതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആക്ഷേപിച്ചു. എത്ര മ്ലേച്ഛമായൊരു കാര്യമാണ്. ഒരുപാട് കേസുകളുണ്ട്, അങ്ങനത്തെ കേസുകളുണ്ട്, ഇങ്ങനത്തെ കേസുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് ലളിതവൽക്കരിക്കുകയാണ്. ഈ ചർച്ച കേൾക്കാനിടയായ അനിൽ ഇമ്മാനുവൽ പുള്ളി ഇതിന്റെ പുറകെ പോയി ഒരുപാട് ബുദ്ധിമുട്ടി. അത്ര എളുപ്പമൊന്നായിരുന്നില്ല. കോടതി സ്റ്റാഫും മജിസ്ട്രേറ്റും പോലും അദ്ദേഹത്തോട് സഹകരിച്ചില്ല. പക്ഷെ പുള്ളി വളരെ പരാക്രമിയായതുകൊണ്ട് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അദ്ദേഹം ഫേസ്ബുക്ക് വഴിക്ക് ഈ രേഖകൾ പുറത്തുവിട്ടു. അങ്ങനെ ഇത് വീണ്ടും പബ്ലിക് സ്ഫിയറിൽ ചർച്ചാ വിഷയമായി. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. കോടതി കേസ് എടുക്കാൻ നിർബന്ധിതമായി. മജിസ്ട്രേറ്റ് കോടതിയിൽ നിലവിലുള്ള കേസ് റദ്ദാക്കാൻ വേണ്ടി ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചു, രക്ഷ കിട്ടിയില്ല. സുപ്രീം കോടതിയെ സമീപിച്ചു, അവിടെ രക്ഷ കിട്ടിയില്ല. ഇതിന്റെയൊക്കെ പുറകെ അനിൽ ഇമ്മാനുവൽ തൂങ്ങി പിടിച്ചു നടന്നു. ഈ കേസ് വീണ്ടും സജീവമായപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടർന്ന് അദ്ദേഹം നമ്മെ വെല്ലുവിളിച്ചു. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാകൂടാ ചങ്കരച്ചേട്ടാ നായി
എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. അവസാനം ഇത് കോടതിയിൽ വിചാരണ ചെയ്തു. ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കും. ആ കഷ്ടകാലം വരുമ്പം കൂടോടെ വരുമെന്ന് പറയുന്ന ഇതിനാ. ജട്ടി എങ്കിൽ ജട്ടി. ജനങ്ങൾക്ക് ഏതായാലും കോടതിയോട് വലിയൊരു നന്ദി പറയാനുണ്ട്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? എന്തായാലും നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക്, നിയമത്തിനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക്, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിനെ നോക്കി കൊഞ്ഞനം കൊത്താൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള പാഠമാകട്ടെ ഈ ജട്ടിക്കേസ്.